ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിനും സമാനമായ പണിമുടക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടക്കുന്നത്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല. എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇതില്ല. ബംഗാളിൽ CPM ഭരിക്കുന്ന കാലത്ത് പോലും ചെയ്യാറില്ല. ഈ ഹർത്താലും ബന്ധുവാക്കൂല അവിടെ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയില്ല. കാരണം ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇല്ലേ, ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു പൊതുസമൂഹത്തിൽ. ഞാനും ട്രേഡ് യൂണിയനിസ്റ്റാണ്. ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനുള്ള നേതൃത്വത്തിലുള്ള ഒരാളാണ് ഞാൻ. അത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം, ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിനും സമാനമായ പണിമുടക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടക്കുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു ചോദ്യം. അല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല, എൻ്റെ ചോദ്യം മനസ്സിലായില്ല. അതായത് ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ്. ഞാൻ അതിന്റെ ശരിയും തെറ്റുമല്ല അവരുടെ പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല. കർണാടകത്തിൽ പോയാൽ അറിയില്ല. മഹാരാഷ്ട്രയിൽ പോയാൽ അറിയില്ല. ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇതില്ല. ഇല്ലല്ലോ. നമ്മളൊന്ന് ആലോചിക്കണം. കേരളം മാത്രം ഒരു ബന്ദിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റണ വേണോ? എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ് ഞാൻ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്നുമല്ല. ഒരു ചർച്ച, ഒരു പൊതു ചർച്ച വേണം. നമ്മൾ മാത്രം, നിങ്ങളൊന്ന് ആലോചിച്ചേ. അതാണ് ഉറപ്പായിട്ട് വേണം. അതിന്റെ പ്രചരണം വേണം, അതിന് വ്യാപകമായ പ്രചരണം വേണം. പക്ഷേ ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. ഞാനത് വെക്കുന്നു. അല്ല അങ്ങനെയൊന്നും ആവില്ല. അപ്പൊ കേരളത്തിൽ മാത്രമുള്ള ഇത് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത്? അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട. ഇതൊരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വെക്കുകയാണ്. കുറെ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇല്ലേ, ഇതൊക്കെ അതൊക്കെ നമുക്ക് വെറുതെ ഈ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ദേശീയ തലത്തിൽ പണിമുടക്ക് വിജയിപ്പിക്കാൻ ചിലപ്പോൾ വിചാരിച്ചാൽ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് കോൺഗ്രസിന് വിചാരിച്ചാൽ സാധിക്കുമല്ലോ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? അല്ലല്ല, അത് പണ്ട് മുതലേ സംഘടനാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് സോളിഡാരിറ്റി പൂർണ്ണമായി നൽകണമെന്ന് എല്ലാ BCC പ്രസിഡന്റുമാരോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സംസ്ഥാനത്തും പണ്ട് മുതലേ കേരളമല്ലാതെ ഒരു സംസ്ഥാനം, ബംഗാളിൽ പോലും ചെയ്യാറില്ല. ബംഗാളിൽ CPM ഭരിക്കുന്ന കാലത്ത് പോലും ചെയ്യാറില്ല. ഈ ഹർത്താലും ബന്ധുവാക്കൂല അവിടെ. ത്രിപുരയിൽ ചെയ്യാറില്ല. നേരത്തെ ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, പാർട്ടിയൊക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെയും ചെയ്യാറില്ല. ഞാൻ പറയുന്നത് നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക. അതാ അവരുടെ ഇഷ്ടം. അല്ല ഞങ്ങള് ഇപ്പോ അതിന്റെ പ്രചരണത്തിന്റെ കൂടി വേദിയാക്കി മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യല്ലേ. അപ്പൊ പബ്ലിക്കാണ്, ഇതേ പബ്ലിക് മീറ്റിംഗ് അല്ലേ. ഇതിന്റെ സാധാരണ പൊതുപണിമുടക്കിന് പബ്ലിക് മീറ്റിംഗ് ഒക്കെ നടത്തി നാട്ടുകാരോട് പറയണത്. ഇപ്പൊ എത്ര നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയില്ല. കാരണം പ്രചരണം നടന്നിട്ടില്ല. ഇത് പറയണ എളമരം കരീമിന്റെ CIT പോലും ഒരു പ്രചരണ പരിപാടി ഞാൻ കണ്ടില്ലെങ്ങും. നടത്തി കാണും, ഞാൻ കണ്ടില്ലെങ്ങും. ഒരു പ്രചരണം നടത്തണം. അപ്പൊ ഇതുപോലത്തെ ഒരു വലിയ എല്ലാവരും നിങ്ങളെല്ലാം വന്ന് അത് ആ വിഷ്വലൊക്കെ എടുത്തുന്ന ഇത്രയും പ്രചരണം കിട്ടുന്ന വേറൊരു പരിപാടി ഇപ്പൊ കേരളത്തിൽ നടക്കുന്നില്ലല്ലോ. ഈ യാത്രയുടെ പോലൊരു പരിപാടി നടക്കുന്നില്ലല്ലോ. അപ്പൊ ആ പരിപാടി ഇതിന്റെ കൂടി ഈ കോഴ്സ് കൂടി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജായി മാറില്ല. നല്ലതല്ലേ?